ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ കിച്ചണിലേക്ക് ഓടിപ്പോയി. കാരണം അന്ന് കുക്കിംഗ് ഉള്ള ദിവസമായിരുന്നു. എല്ലാ ദിവസവും കുക്കിംഗ് ചെയ്യാറില്ല, 3-4 ദിവസം കൂടുമ്പോൾ മാത്രമേ കുക്കിംഗ് ചെയ്യാറുള്ളൂ. അപ്പോൾ തലേ ദിവസം പോകുമ്പോൾ തന്നെ വൻപയർ വെള്ളത്തിയിട്ട് വെച്ചിരുന്നു. പിന്നെ വന്നപ്പോൾ തന്നെ വൻപയർ കുക്കറിലേക്ക് കഴുകിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെച്ചു. സമയം ഞാൻ അരി അടുപ്പത്ത് ഇട്ടിരുന്നു കേട്ടോ. കുറച്ച് വേവുള്ള അരിയായിരുന്നു. അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. തലേ ദിവസം പോകുമ്പോൾ തന്നെ അയില ഉണ്ടായിരുന്നെടുത്ത് മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിനകത്ത് തന്നെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ഒരു പാൻ ചൂടാക്കി മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വൻപയർ വേകുന്ന സമയം കൊണ്ട് അതിലേക്ക് വേണ്ട മസാല കൂട്ടൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാൻ ചൂടായി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് കറിവേപ്പിലയും, പിന്നെ ഞാൻ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലെക്സാണ് ചേർക്കുന്നത്. കുറച്ച് അധികം തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചില്ലി ഫ്ലെക്സ് കൂടെയും ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ബീഫ് മസാലയും കൂടിയും ചേർത്ത് അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അതിന് ശേഷം ഞാനത് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം നമ്മുടെ അരിയപ്പുറത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് നല്ലൊരു സാമ്പാർ കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഈ വൻപയറും കൂടെ ഒന്ന് റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം അത് സാമ്പാറിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ വൻപയർ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയം നമ്മുടെ ഫിഷ് റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ടു. തലേ ദിവസം തന്നെ ഉരുളക്കിഴങ്ങ് ഉള്ളിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടാണ് പോയത്. ഇതിലേക്ക് എല്ലാ കഷ്ണങ്ങളും വേവുള്ള കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയും ചേർത്ത് വെള്ളവും ചേർത്ത് അത് വേവിക്കാൻ വെച്ചു. അതേസമയം തന്നെ വേറൊരു ബൗളിലേക്ക് മുരിങ്ങാക്കായും തക്കാളി വെണ്ടയ്ക്ക അങ്ങനെ വേവ് കുറഞ്ഞ കഷ്ണങ്ങളും എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്കും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയും ചേർത്ത് വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് വെച്ചു. അപ്പം നമ്മുടെ ചോറും വേകാറായി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അരി ഒന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ, വേകാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വാർക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരും. അപ്പോൾ നമുക്കതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചീഞ്ചട്ടി ചൂടാക്കി അതിലേക്ക് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു. അതിനുശേഷം ഇത് വെന്ത് വന്ന കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ, കുക്കറിലെ കഷ്ണങ്ങളെല്ലാം കൂടെ അതും കൂടി ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിന് സാമ്പാർ പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിന് കായം കൂടി ചേർത്ത്, ഞാൻ കുറച്ച് അധികം ഇടും കേട്ടോ, കായം അത്ര ഇഷ്ടമാണ്.